പുള്ളിക്കാരത്തിക്ക് മറുപടിയൊന്നുമില്ല. പുള്ളിക്കാരത്തി എന്തൊക്കെയോ പറയുന്നുണ്ട്. വല്ലപ്പോഴും വിളിക്കാറില്ല അങ്ങനെ. ഇപ്പം എനിക്കിത് ഡൗട്ട് തോന്നി പറഞ്ഞാൽ അവിടെ ചെന്ന് വിളിക്കുന്നില്ല, പറിച്ചില്ല, ഒന്നുമില്ല. പിന്നെ ആർക്കാണ്ട് വേണ്ടി ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കുറേ നാൾക്ക് ശേഷം വിളിക്കുമായിരുന്നു. രഞ്ജിഷ് ഇടുക്കിയിലെ കുമളിയിൽ ഒരു സാധാരണ ബസ് ജീവനക്കാരൻ. ഇന്ന് ആ വ്യക്തിയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തി ഇന്ന് ഈ ലോകത്തില്ല. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും രഞ്ജിഷിന് എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ രഞ്ജിഷിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മേളിലാണ് സുഹൃത്തിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അത് നിങ്ങൾ കേൾക്കണം. അത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. സ്ത്രീകൾ എല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ചില സ്ത്രീകൾ കാരണം പുരുഷന്മാർക്ക് സത്യം പറഞ്ഞാൽ നല്ലവരായ ഒരുപാട് സ്ത്രീകളോട് ദ്രോഹം ചെയ്യേണ്ട ഒരവസ്ഥ ഇന്ന് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ, ഇതുപോലുള്ള രഞ്ജിഷിൻ്റെ ഭാര്യയെപ്പോലുള്ള ചില ഡാഗിനി മക്കൾ കാരണം സ്ത്രീകളോട് നമുക്കൊരു വിശ്വാസമില്ലാതെയാകുന്നു. ആ ഒരു അവസരത്തിൽ വീട്ടുകാരുടെയോ കൂട്ടുകാരുടെയോ ഒക്കെ നിർബന്ധത്താൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ ആ പെൺകുട്ടി വളരെ നല്ല കുട്ടിയായിരിക്കാം. പക്ഷെ ആ പെൺകുട്ടിയെ പോലും ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. രഞ്ജിഷിനെ പോലെ ഒരു ട്രാൻസിലൂടെ പോയൊരു വ്യക്തിയാണെങ്കിൽ അല്ലേ. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണിത്. ചില സ്ത്രീകൾ കാരണം സ്ത്രീകളുടെ തന്നെ സ്വസ്ഥത ഇവിടെ ഇല്ലാതായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കണം. കൂടാതെ ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും പറയുന്നു, കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. കാരണം ഈ വോയിസ് ഒക്കെ ആ വ്യക്തിയുടെ ആ ഒരു അവസ്ഥ, അദ്ദേഹം സുഹൃത്തിനോട് പറഞ്ഞത്, ഇത് നിങ്ങളെല്ലാവരും, ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും, ലോകമെമ്പാടുമുള്ള മലയാളികൾ അറിഞ്ഞിരിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ഭാര്യമാരുള്ള ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് പോലും നാളെ ചിലപ്പോൾ സ്വന്തം ഭാര്യയെ സംശയം തോന്നിയേക്കാം, ഇതുപോലുള്ള ചില മക്കൾ കാരണം. ഇല്ലേ, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇന്നത്തെ കാലം എങ്ങോട്ടാണ് പോകുന്നത്? ആരെ വിശ്വസിക്കും? മനസ്സിലാവുന്നില്ല. സ്ത്രീകൾ മാത്രം, അല്ലെങ്കിൽ ചില സ്ത്രീകൾ മാത്രമാണ് കുറ്റക്കാരെന്നല്ല, ചില പുരുഷന്മാരുമുണ്ട് ഈ ഒരു പരിപാടി കാണിക്കുന്നത്. മനസ്സിലായോ? ഉണ്ട്. ഇവരൊക്കെ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ കല്യാണം കഴിച്ച് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം, ഈ നാട്ടിലെന്നല്ല ഏതൊരു നാട്ടിലാണെങ്കിലും കല്യാണം കഴിച്ച് ജീവിക്കണം എന്നൊരാഗ്രഹം അങ്ങോട്ട് മാറ്റി വെക്കാനാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. ഇപ്പോൾ അത് കളയണമോ എന്നൊരു ചോദ്യം. എൻ്റെ ആ ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതിനു മുമ്പ് രഞ്ജിഷ് ആ വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്നെ സംഭവം ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പാണ് ശരി, ഇന്നത് ഇന്നയാൾക്ക് ഇന്നതൊക്കെ അനുഭവിച്ചേ പറ്റുമെന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ അനുഭവിക്കുന്ന അത്രേ ഉള്ളൂ. ഞാനൊരു മെയ് 3 തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയാണ്. കുറേ കൺഫർമേഷനും കാര്യങ്ങളെല്ലാം കിട്ടി. ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തിക്ക് മറുപടിയൊന്നുമില്ല. പുള്ളിക്കാരത്തി എന്തൊക്കെയോ പറയുന്നുണ്ട്. വല്ലപ്പോഴും വിളിക്കാറില്ല അങ്ങനെ. ഇപ്പം എനിക്കിത് ഡൗട്ട് തോന്നി പറഞ്ഞാൽ അവിടെ ചെന്ന് വിളിക്കുന്നില്ല, പറിച്ചില്ല, ഒന്നുമില്ല. പിന്നെ ആർക്കാണ്ട് വേണ്ടി ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കുറേ നാൾക്ക് ശേഷം വിളിക്കുമായിരുന്നു. നമ്മളിതൊക്കെ ഇവിടെ ഫസ്റ്റ് പോയി റിട്ടേൺ വന്നതിന് ശേഷമല്ലൊക്കെ നമ്മൾ അറിയുന്നേ. അപ്പോൾ എന്താ കാര്യം എന്നുള്ള കാര്യം നമ്മൾ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒന്നും മിണ്ടാനില്ല. സംഭവിച്ചു പോയി, പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നു. എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. പറ്റിപ്പോയി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എന്ത് കൺഫർമേഷൻ വന്നെന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് അംഗീകരിക്കാൻ, ഞാൻ അംഗീകരിക്കത്തില്ലത്. പറ്റിപ്പോയി അവസാനം പറയാൻ പറ്റുന്ന ഒരു വാക്കാണല്ലോ അത്, പറ്റിപ്പോയെന്ന്. നാട്ടിൽ ഭർത്താവ് പോട്ടെ, ഒരു കുഞ്ഞ്, അതിനെയൊക്കെ മറന്നിട്ട് വേറൊരു നാട്ടിൽ ജോലിക്ക് പോയപ്പോൾ ഈ പാവം മനുഷ്യനാണ് അവളെ പഠിപ്പിച്ചത്. പ്രണയിച്ച് കല്യാണം കഴിച്ചു, 2 വർഷത്തോളം പ്രണയിച്ച് കല്യാണം കഴിച്ച് നാട്ടിൽ 2 വർഷത്തോളം ജീവിച്ച് അതിനുശേഷമാണ് അവളെ അങ്ങോട്ടേക്ക് ആ മനുഷ്യൻ കയറ്റിവിട്ടത്. വിശ്വാസത്തിൻ്റെ പുറത്ത്. നിങ്ങൾ ആലോചിക്കണം, വിശ്വാസത്തിൻ്റെ പുറത്ത്, സ്വന്തം കുഞ്ഞിൻ്റെ അമ്മയോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത്. അതല്ലേ ആ
മോള് ഇല്ലാതാക്കിയത്? ആ വിശ്വാസം. ഇവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഒരാളെ ജനിപ്പിച്ച സ്വന്തം അമ്മയെ അല്ലാതെ വേറെ ഒരാളെ വിശ്വസിക്കരുത് എന്നീ കാലം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണിത്, അല്ലേ? സ്വന്തം ഭാര്യയെ, സ്വന്തം കുഞ്ഞിൻ്റെ അമ്മ വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ചു ആ മനുഷ്യൻ. ഒരു സാധുവായിരുന്നു. ആ വ്യക്തി അറിയാവുന്ന ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സുകളിൽ വന്ന് കമൻറ്റ് ഇടുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാണിച്ചു തരാൻ ഞാൻ. അവരൊക്കെ പോകുന്നൊരു വാക്ക് ആ മനുഷ്യനെ പറ്റി പറയുന്നില്ല. അത്രയും സാധുവായിരുന്നു ആ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഭാര്യയെ വിശ്വസിച്ചു. ഭാര്യയെ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവിനെ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ തൊട്ട് നിങ്ങളുടെ സ്വസ്ഥതയിൽ പോകും, അല്ലേ? അതാണ്. നമുക്കിത് ഓപ്പണായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. പറയാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സത്യം പറഞ്ഞ് ഈ കോണ്ടന്റ് ചെയ്യുമ്പം എനിക്ക് തന്നെ ഒരുപാട് സങ്കടങ്ങൾ തോന്നുന്നു. എങ്ങനെ ഒരാളെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നു. ഒരുപാട് സ്നേഹിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതായത് ഇതുപോലുള്ള കടയാടി മക്കളുണ്ട്, മനസ്സിലായോ? എത്ര നമ്മൾ സ്നേഹിച്ചാലും അവർക്ക് അങ്ങോട്ട് വിരകി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എവിടെ വേണമെങ്കിലും ഏത് പനയിലും പോയി കയറും. അതിനൊരു എക്സാമ്പിളാണ് രഞ്ജിഷിൻ്റെ പഴയ ഭാര്യ എന്ന് പറയുന്ന ആ മോള്, അല്ലേ? തെറികൾ ഞാൻ പറയുന്നില്ല കേട്ടോ, കൺട്രോൾ ചെയ്യാണ്. കാരണം കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, ബ്രോ ഫാമിലിയായിട്ടാണ് കാണുന്നത്, ഒന്ന് പ്രത്യേകിച്ച് ഈ ഒരു കണ്ടന്റ് ഞങ്ങൾക്ക് കേൾക്കണമെന്നുണ്ട്, അപ്പോൾ ഒന്ന് നിങ്ങൾ തെറി പറയാതെ പറയുമോ? ഞാൻ അതുകൊണ്ട് തന്നെ മാക്സിമം കൺട്രോൾ ചെയ്യുകയാണ്. കാര്യങ്ങൾ വ്യക്തമാക്കി പറയും. നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരും. കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. എന്താണെങ്കിലും നമുക്ക് ബാക്കി ഒന്ന് കേൾക്കാം. പക്ഷെ ഞാൻ അതിൻ്റെ അതൊക്കെ ഒരു 6 വർഷം നിന്നതിൻ്റെ അകത്തൊരു നമുക്കൊരു എന്തെങ്കിലും തരത്തിലൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ശരിയാ, ഫുഡിനാണ് ഇപ്പോഴും ശരി. ഞാൻ ഈ കല്യാണം കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാവർക്കും വേണ്ടി, എൻ്റെ കൊച്ചിനും വേണ്ടി, ഇവയ്ക്കും വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവള് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോളെ, ഞാനൊന്നും പറയുന്നതിനെ കൊണ്ട് പറയിപ്പിക്കരുത്. അവനുണ്ടായിക്കഴിഞ്ഞ ശേഷം എനിക്കിട്ട് ചെയ്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇപ്പം എല്ലാവർക്കും പുള്ളിക്കാരെ സംബന്ധിച്ച് പുള്ളിക്കാർ ശമ്പളമുണ്ട്, സാലറി ഉണ്ട്, 50,000 ശമ്പളമുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഒന്നുണ്ട്. അതിനൊട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ബിന്ദുവമ്മ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ അകത്ത് ഒരു വിഷയമുള്ള കേസല്ല. അവർ ചെയ്യട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കൊച്ചിനെ വിട്ടുകൊടുക്കണോ വേണ്ടെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയല്ലോ. അത് ചെയ്യാം, സമയം വരട്ടെ. അല്ലെങ്കിൽ അവൾക്ക് എന്നെ വേണ്ടെന്ന് ഇട്ടിട്ട് പോട്ടെ, എനിക്ക് എൻ്റെ അകത്ത് മോശമുള്ള കേസല്ല. പിന്നെ ഞാൻ ആ വല്യമ്മച്ചിനെ ആ ബിന്ദുമേനെ ഓർത്തിട്ട് മാത്രം കൊച്ചിനെ അങ്ങോട്ട് വല്ലപ്പോഴും ഞാൻ അവിടുന്ന് അതുപോലെ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സാക്ഷി എനിക്ക് അനുവദിക്കത്തില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വിടുന്ന വല്ലപ്പോഴാണെങ്കിൽ പോലും. ചില പുരുഷന്മാർക്കുണ്ടല്ലോ ഭയങ്കര മനക്കരുത്തായിരിക്കും. ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാലും അവർ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകും. പക്ഷെ അതിനകത്തൊന്നും തിരിച്ച് കയറി വരാൻ ഭൂരിഭാഗം ആളുകളെ കൊണ്ട് പറ്റും. പക്ഷെ ചില ആളുകളുണ്ട്, രഞ്ജിഷിനെ പോലെയുള്ള ആളുകൾ, അവർക്കൊരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പൊന്നുപോലെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ഷർട്ട് പോലും ആ മനുഷ്യൻ പറയുന്നത് കേട്ടോ, കുഞ്ഞൊക്കെ ആയതിനു ശേഷം, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയാണ് ജീവിച്ചത്, ഒരു ഷർട്ട് പോലും ആ മനുഷ്യൻ മേടിക്കില്ലായിരുന്നു. എല്ലാം ഭാര്യയ്ക്കും കുഞ്ഞിനും. ആ ഭാര്യ പോട്ടെ, കുഴപ്പമില്ല, പുള്ളിയെ കൊണ്ട് അത് ഓക്കെ ആക്കി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ആ കുഞ്ഞിനെയും കൂടെ അവൾ വലിച്ചു പറിച്ചുകൊണ്ട് പോയി. അവളുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ അവളുടെ കൂടിപ്പോരുത്തനുണ്ടല്ലോ, അവൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, എടാ നിനക്കൊക്കെ തന്തയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരികൾക്കോ കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ടിൽ കിടന്നാണ് വളരുന്നതെങ്കിൽ ഒരു ദിവസം ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണം, മോനെ പൊക്കോ, ഇതിൻ്റെ കൂടെ നിൽക്കരുത് എന്ന്. അതിലൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവളുടെ കൂടെ ആ കുഞ്ഞ് വളരണ്ട. അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ആഗ്രഹമാണത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയില്ല. ജസ്റ്റിസ് ഫോർ രഞ്ജിഷ്. കമൻറ്റ് ബോക്സ് വേണം. കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം ആ ഒരു ഹാഷ്ടാഗ് ഇടണം നിങ്ങൾ, ജസ്റ്റിസ് ഫോർ രഞ്ജിഷ്. അവളെ ശിക്ഷിച്ചിട്ടല്ല ആ വ്യക്തിക്ക് നീതി കിട്ടേണ്ടത്. ആ കുഞ്ഞ് അവളുടെ കൂടെ വളരരുത്. അത് മാത്രമാണ് ആ മനുഷ്യന് മേളിൽ എവിടെ ഉണ്ട്. അയാൾക്ക് നീതി കിട്ടണമെങ്കിൽ അവളെ കൊണ്ടുവന്ന് ഒരു 2-3 മാസം ഇവിടെ ജയിലിലിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറക്കി വിട്ടിട്ട് ഒരു നീതിയും കിട്ടത്തില്ല. ആ വ്യക്തിയുടെ അച്ഛനമ്മ, അവർക്കൊക്കെ നീതി കിട്ടണമെങ്കിൽ ആ കുഞ്ഞ് ഇവളുടെ കൂടെ വളരരുത്.
ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് പറയുന്നത്. സപ്പോർട്ട് ചെയ്യുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. വളരരുത്. ഇവൾക്ക് എന്തിനായിരുന്നു ആ കുഞ്ഞിനെ 5-6 കൊല്ലം തിരിഞ്ഞു പോലും നോക്കിയില്ല. മറ്റവനുമായിട്ട് പോയിട്ട് ലാസ്റ്റ് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോഴായിരിക്കാം നേരെ തിരിച്ചു വന്നത്. അല്ലെങ്കിൽ അത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം. പക്ഷെ അവള് എല്ലാം കഴിഞ്ഞ് അവൾക്ക് ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡിഗ്രി പാസ്സായാണ് പി ജിക്ക് പോകണമെന്ന്, പി ജിക്ക് വിട്ടു. പി എസ് സിക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് കൊടുത്ത് വീട്ടിൽ കൊണ്ട് പക്ഷെ വീട്ടിൽ നമുക്കിട്ട് ഇതുപോലത്തെ പണി തരുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്താ പറയണ്ട, നിങ്ങൾ കേട്ടല്ലോ. ആ മനുഷ്യൻ ചെയ്തു കൊടുക്കാവുന്നതെല്ലാം ആ മനുഷ്യൻ അവൾക്ക് ചെയ്തു കൊടുത്തു. ഊറ്റാവുന്ന മാക്സിമം അവള് ആ മനുഷ്യനെ ഊറ്റി കുടിച്ചു. അതിൻ്റെ ചോര വരെ ഊറ്റി കുടിച്ചിട്ട് അവൾ പോയി വേറെ തന്നെ ഊറ്റാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സങ്കടമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ കുറച്ച് മുമ്പ് സംസാരിച്ചു. ഏതാണ്ട് ഈ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഭാഗ്യത്തിനൊരു കുഞ്ഞൊന്നും ഇല്ലായിരുന്നു. പോയി, പ്രണയവിവാഹം പോയി, അവളും പോയി. ആ പാവത്തിനെ നല്ല ഗോപി വരപ്പിച്ചിട്ട്. ആ പോയ സമയത്ത് ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ആൻസൈറ്റിയും ഡിപ്രഷനും ഞാൻ ഒരിക്കൽ പോലും അവനെ അങ്ങനെ കണ്ടിട്ടില്ല. എന്നെപ്പോലൊന്നും അല്ലായിരുന്നു അവൻ. എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും എനർജിയാണ്, എപ്പോഴും പോസിറ്റീവാണ് അവൻ. ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ വരെ ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അവൻ ഓക്കെയാണ്. ഇപ്പം അവൻ ഓക്കെ ആവാൻ പറ്റി. പക്ഷെ കുറേ നാളുകൾ അവൻ അനുഭവിച്ചൊരു ട്രോമയുണ്ട്. ഇന്ന് രഞ്ജിഷിൻ്റെ ഈ ഒരു വാർത്ത എൻ്റെ മനസ്സിലൂടെ പോയപ്പോൾ ഒരുപാട് ഇതുപോലെ എനിക്ക് പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയി. ഇതുപോലുള്ള ചില മക്കൾ കാരണം, ചില പുന്നാര മക്കൾ കാരണം. സ്ത്രീ എന്ന് പറഞ്ഞ വർഗത്തിനോട് തന്നെ പറയുന്നത് തെറ്റാണെന്നറിയാം, പക്ഷെ ക്ഷമിക്കുക എന്നോട്. എല്ലാവരും അങ്ങനെ അല്ലെന്നും എനിക്കറിയാം. പക്ഷെ പേടിയായി തുടങ്ങി. മനസ്സിലായോ? നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല. മിണ്ടിക്കഴിഞ്ഞാലോ പറഞ്ഞാലോ നമ്മൾ തെറ്റുകാരനായി, നമ്മൾ ഭൂലോക പ്രശ്നക്കാരൻ. അവരെപ്പോഴും സേഫ്. കാരണം അവർക്ക് അറിയാം എങ്ങനെ കളിക്കണം, ആരെ വെച്ച് കളിക്കണം. നമുക്കറിയില്ല. നമ്മൾ പൊട്ടന്മാർ വിശ്വസിക്കും, എല്ലാം കൊടുക്കും, ഇല്ലേ? എന്താണെങ്കിലും ഞാൻ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു അഡ്വക്കേറ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ അഡ്വക്കേറ്റ് തന്നെ നമ്മുടെ രഞ്ജിഷിൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ സംസാരിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പുണ്ട്. ഞാൻ അതും കൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. അച്ഛൻ എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിന്റെ തുടക്കം? എവിടെയാണ് ഇതിന്റെ? അപ്പം എന്താ ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തുടക്കമാണ്. ജോലിക്ക് എവിടെ പോയി? ഖത്തറിൽ പോയി. ഖത്തറിൽ. ഖത്തറിൽ പോയി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞിട്ട് അന്ന് 2 വർഷം അവിടെ ജോലി ചെയ്ത് വരുന്ന വഴിയാണ് അവളെ ആരുമായിട്ടും ഒരു ബന്ധത്തിലായി. ഏത്? ഖത്തറിൽ. ഖത്തറിൽ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലായത്? പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോണിലൂടെ അയച്ചു. ഏത്? ഈ ആ വ്യക്തി മനസ്സിലായില്ല. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് എല്ലാം വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇതേ കണക്കാണ്, ഞങ്ങൾ തമ്മിൽ വേറെ പരിപാടിയാണ്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കിട്ട് നല്ല താങ്ങി. അവനെ കുറ്റം പറയാൻ ഞാൻ നിൽക്കുന്നില്ല. അവനെ എന്തിനാ കുറ്റം പറയുന്നത്? അവളെ വേണ്ടേ ഫസ്റ്റ് കല്ലെറിയാൻ? നാട്ടിലൊരു കുഞ്ഞും ഒരു ഇത്രയും പഠിപ്പിച്ച് പ്രണയവിവാഹം എല്ലാം ചെയ്തു കൊടുത്ത് അങ്ങോട്ട് കയറ്റിവിട്ട് അയാളെ അവൾ മറക്കണമെങ്കിൽ അവൾ ആരായിരിക്കും? അവളുടെ കൂടെ നിൽക്കുന്നവനെ ഞാനൊന്നും പറയാനില്ല. അവനെ എന്തിനു പറയണം? അവനെ എന്തിനാ പറയേണ്ടത്? അവനെ പറയണം. എന്തിനാണെന്നറിയോ? അവൻ ഈ നാട്ടിൽ കുഞ്ഞും ഭർത്താവും നല്ല രീതിയിൽ ഉള്ള ഒരുത്തിയാണ് അവൾ. അവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് അറിഞ്ഞിട്ടും അവളെ കൂടെ നിർത്തിയതിന് അവനെ വിളിക്കാം, വേണമെങ്കിൽ 2 തന്തയ്ക്ക് വിളി. പക്ഷേ ഇവിളി ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല. അതും കൂടെ നമ്മൾ ചിന്തിക്കണം. ഇവിളി ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഭർത്താവുമായിട്ട് ശരിയല്ല, അവൻ പ്രശ്നക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ അവൻ്റെ അടുക്കലാണ്, എന്നിട്ടാണ് ഞാൻ നാട്ടിലോട്ട് കയറി പോകുന്നത് എന്നാണ് ഇവൾ പറഞ്ഞിരിക്കുന്നതെങ്കിലോ, എന്നാണെങ്കിലോ നിങ്ങളത് ചിന്തിച്ചോ? അതിൻ്റെ എന്തെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കിയ സമയത്തായിരിക്കുമെങ്കിലോ ചിലപ്പം ഇയാൾ വിളിച്ച് ഭർത്താവിനോട് നാട്ടിൽ അറിയിച്ചതെങ്കിൽ. പറയാൻ പറ്റില്ല. ഇതുപോലൊരുത്തിയല്ലേ സ്വന്തം കൊച്ചിനെയും ഭർത്താവിനെ ഈ തേപ്പും തേച്ചിട്ട് അവിടെ പോയി വേറൊരുത്തനെ കിട്ടിയപ്പോൾ പോയവർക്ക് അവിടെ ചെന്ന് പരിചയപ്പെട്ടവനെയും ചിലപ്പോൾ പറ്റിച്ചിട്ടുണ്ടായിരിക്കും. അവനോട് ചിലപ്പോൾ ഈ കഥയായിരിക്കും പറഞ്ഞിരിക്കുന്നത്, ഭർത്താവുമായിട്ട് ശരിയല്ല, ഞങ്ങളത് പിരിയാനുള്ള പരിപാടിയായിരിക്കും. പറയും. അങ്ങനെയുള്ള മക്കളുണ്ടിവിടെ. മനസ്സിലായോ? അങ്ങനെയുള്ളവന്മാരുണ്ടിവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കും. അടുത്തൊരു ക്ലിപ്പ്.
അങ്ങനെയാണ് സംഭവം അറിയുന്നത്. ഓ, അതായത് ഈ എന്താ പറയാ ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട് ആ ബന്ധത്തിലായിരുന്ന വ്യക്തി ഇങ്ങോട്ട് നമ്മുടെ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് അനാവശ്യമായിട്ടുള്ള അവരുടെ ബന്ധത്തെ കുറിച്ചുള്ള ഫോട്ടോകൾ സ്വന്തം ഭർത്താവിന് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നു. അത് എത്ര വർഷമായി അതിന്റെ ഏകദേശം? അതിപ്പോ 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് കണ്ടാൽ ഏത് ഭർത്താവിന് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും കാരണം. അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും കാണില്ല. കാരണം ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് ചോദിച്ചു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അല്ല, അപ്പൊ മരണത്തിനുള്ള കാരണം ശ്രീരഞ്ജിനിയാണ്, ഉറപ്പാണ്. അപ്പൊ ഞാൻ ശ്രീരഞ്ജിനി അവളുടെ അമ്മയാണ് നമ്മുടെ മകനെ ഇത് ഈ ലെവലിലേക്ക് വെക്കാനുള്ള കാരണം. അപ്പൊ നമുക്ക് അതിന്റെ നിയമ നടപടികളിൽ പോകണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകന് വേണ്ടി നീതി കിട്ടാൻ ഇതേ ഉള്ളൂ രക്ഷ. നമുക്ക് ഏറ്റവും കൂടുതൽ അവന്റെ കുഞ്ഞിനെ ഇവിടെ തള്ള വന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന 15 വരെ സ്കൂളിൽ പോയത് ഇവിടെ കിട്ടും. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ അല്ലെ. അപ്പൊ കുട്ടീനെ കാണിക്കാതുള്ള വിഷമവും പിന്നെ ഈ മെയിൻ്റനൻസ് കേസിന്റെ അറ്റാച്ച്മെന്റും എല്ലാം കൂടി ഒരു പ്രഷർഫുൾ സിറ്റുവേഷനിൽ എത്തിയാണ്. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചാൽ ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുത്തിരുന്ന മരിച്ചതിന്റെ മത്സരമാണ് വന്ന് എഴുതിയത്. അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സാണ്, അതൊരു കേസ് എടുക്കുമല്ലോ നോർമലി. ഇനി കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ മരണത്തിനുള്ള ഉത്തരവാദി, അതായത് എന്റെ മകന്റെ മരണത്തിനുള്ള ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയുമാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളുടെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവനും കാരണം. കാരണം അവൻ ഇതിലേക്ക് അയച്ചു കൊടുത്തു, ഫോണിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ പരാതി കൊടുത്ത് അവൾക്കെതിരെ കേസ് എടുപ്പിച്ച് FIR എടുപ്പിച്ച് അതിന്റെ രീതിയിൽ പോയില്ലെങ്കിൽ നമുക്കത് നീതി ലഭിക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ച് എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. വളരെ എന്താ പറയാ വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അനുഭവിക്കുക ഇതുള്ളൂ നമ്മുടെ ഇത്. അതെ. അപ്പൊ ഇനി ഞാനൊരു റിക്വസ്റ്റ് പറയാണ്, ഈ നീതിക്കായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കുറേ പേര് എന്നോട് പേഴ്സണലി ചോദിച്ചു, കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, ആ പുന്നാര മോളുടെ പേരെന്താണെന്ന്. കേട്ടല്ലോ, ശ്രീരഞ്ജിനി. പിന്നെ ആ ഫോട്ടോസ് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ വ്യക്തി എന്തിനായിരിക്കും രഞ്ജിഷിന് ഫോട്ടോസ് അയച്ചു കൊടുത്തത്? തൻ്റെ ഭാര്യയുമായിട്ട് ഞാനിവിടെ തകർക്കുകയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ? കാരണം അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ അത് അയാൾക്ക് തന്നെ പണിയാകും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ല അയാൾക്ക്. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചു പോകുന്നത്. എന്തിനായിരിക്കും അയച്ചു കൊടുത്തത്? രഞ്ജിഷ് താൻ പറ്റിക്കപ്പെടുകയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് അയച്ചു കൊടുത്തതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്ന എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അയച്ചു കൊടുത്തത് നന്നായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇവിടെ അവിടെ വേറൊരുത്തനുമായിട്ടിരിക്കുമ്പോൾ ഇവിടെ ഈ പാവത്തിനെ പറ്റിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഇരിക്കത്തില്ലായിരുന്നോ? ഇതിപ്പോൾ ആ മനുഷ്യന് സത്യം അറിയാൻ പറ്റി. അതിൻ്റെ പുറത്തായിരിക്കാം. കൂടാതെ കൊച്ചിനെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ ആയപ്പോഴായിരിക്കാം ആ മനുഷ്യൻ പോയത്. പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോയതായിരിക്കാം കൂടുതൽ ആ വ്യക്തിയുടെ വോയിസിൽ നിന്നും എനിക്കതാണ് മനസ്സിലായത്. അതാണ് ആ പുള്ളിയെ ഭയങ്കരമായിട്ട് തളർത്തിക്കളഞ്ഞത്. പുള്ളി തന്നെ പറയുന്നുണ്ട്, അവൾ പോകുന്നത് പോട്ടെ, പുള്ളിക്ക് അത് വലിയ വിഷയമില്ലായിരുന്നു. അത് പുള്ളി അറിഞ്ഞത് നന്നായി എന്നേ ഞാൻ ഇപ്പോഴും പറയുള്ളൂ. മറ്റവൻ അവളുടെ കൂടെ നിന്നവൻ അയച്ചു കൊടുത്തത് നന്നായി. അവൻ തന്നെ എക്സ്പോസ് ചെയ്ത് കൊടുത്തല്ലോ, എടാ നിന്റെ ഭാര്യ ഇതാ ഇങ്ങനെയാണ് എന്ന് എക്സ്പോസ് ചെയ്ത് കൊടുത്തല്ലോ. അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആ പാവത്തിന്. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അയാൾ തന്നെ പറയുന്നത് കേട്ടില്ലേ രഞ്ജിഷ് തന്നെ, അവിടെ ചെന്നതിന് ശേഷം വിളിക്കത്തില്ല, പറയത്തില്ല. എന്നിട്ടും ഒരു സംശയം പോലും ഇല്ലാതെ ആ മനുഷ്യൻ ഒന്നും മിണ്ടാതെ ജീവിച്ചു പോകുമായിരുന്നു. ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ ജീവിച്ചു പോയേനെ. ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ ആ പാവം പറ്റിക്കപ്പെട്ട് കിടക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആ വ്യക്തി അറിയിച്ചത് തന്നെയാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ, അറിയിച്ചത് തന്നെയാണ് നല്ലത്. അങ്ങനെയെങ്കിലും അത്രയും സ്നേഹിച്ച ഒരുത്തി ഇതാണ് എന്ന പാവത്തിന് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഇതുപോലെ കുറേ എണ്ണമുണ്ട്. ഇങ്ങനെയുള്ളവന്മാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയും, ബാക്കിയുള്ള സ്ത്രീകളുടെയും കൂടെ വില കളയുന്നത് അല്ലേ. കുറേ കമൻറ്റുകളും ഒക്കെ ഉണ്ട്, ഞാൻ വായിക്കാമെന്നാണ് വിചാരിച്ചത്. വേണ്ട, പുള്ളി അറിയാവുന്ന ഒരുപാട് ആളുകൾ, നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സുകൾ നോക്കിയാൽ മതി. ഈ പുള്ളിയായി ബന്ധപ്പെട്ട് രഞ്ജിഷുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളിലൊക്കെ അടിയിലെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി. അറിയാവുന്ന എല്ലാവരും ഇച്ചിപ്പോകുന്നൊരു വാക്ക് ആ പാവം മനുഷ്യനെ പറ്റി പറയുന്നില്ല. ജസ്റ്റിസ് ഫോർ രഞ്ജിഷ്. അയാൾക്ക് നീതി കിട്ടണം. അത് ഒരു രീതിയിൽ കിട്ടുകയുള്ളൂ. അവളെ കൊണ്ടുവന്ന് ഇവിടുത്തെ മറ്റേ ജയിലിൽ 3-4 മാസം ഇട്ടിട്ടൊരു കാര്യമില്ല. ആ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കരുത്. ആ കുഞ്ഞിനെ അവൾക്ക് കൊടുത്ത കോടതി തന്നെ അവളിൽ നിന്ന് ആ കുഞ്ഞിനെ തിരിച്ചെടുക്കണം. ആ പാവത്തിൻ്റെ രഞ്ജിഷിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല. ആ കുഞ്ഞ് അവരുടെ മകൻ്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. അവർ നോക്കിക്കൊള്ളുമായിരിക്കും. അവർ നോക്കട്ടെ, അവരെ കൊണ്ട് പറ്റുമെങ്കിൽ അവർക്ക് കൊടുക്കുക ആ കുഞ്ഞിനെ. ഇവളെപ്പോലുള്ള മോക്കല്ല കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.